അതെ, ഇന്നാകെ സമയം വൈകിയ ദിവസം ഞാൻ വിചാരിച്ചെല്ലാം പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാന്ന്. പക്ഷെ അടുപ്പ് എന്ത് ചെയ്ത് സഹകരിക്കണില്ല, നീ കത്തണില്ല. പിന്നെ ഞാൻ കൈയും കാലൊക്കെ പിടിച്ചിട്ടൊക്കെ അങ്ങ് കത്തിച്ചു. വേഗം അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ ഇന്ന് ചോറും കറികളൊക്കെ ആദ്യം മുതൽ വെക്കണമായിരുന്നു. അപ്പൊ ഇന്ന് ഉരുളനുള്ളിയാട്ടെ വെക്കണം. ഉരുളനുള്ളി എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. അപ്പൊ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഉരുളനുള്ളിയാണ് കറി എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് ഇളകും. അപ്പൊ ആ കറിയാണെന്ന് വെക്കണത്. അപ്പൊ ഉരുളനുള്ളി മാത്രമല്ല, പരിപ്പിന്റെ കൂടെ ഉരുളക്കിഴങ്ങും സബോളയും തക്കാളിയും കൂടി ഇട്ടിട്ട് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബീച്ചാസം വന്നിട്ടുണ്ടായിരുന്നു കടയിലെ ചായക്കടയെ പുള്ളിക്ക്. അപ്പോൾ കടയിലെ മിക്സി കേടായി, ചട്നിക്കുള്ള തേങ്ങ അരച്ച് തരുമെന്ന് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം അരയ്ക്കാൻ വേണ്ടിയിട്ടു. അപ്പോൾ അതേ മറ്റേ പരിപ്പൊക്കെ ബിസിലടിച്ച് വന്നു. ഒരു 3 ബിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെന്ത് വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു ബിസിലും കൂടി അടുപ്പിച്ചു. പരിപ്പിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ പിന്നെ ഉരുളക്കിഴങ്ങിനെ കാണില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ബിസിലടുപ്പിക്കാൻ വെച്ചു. പിന്നെ വേഗം ഉരുളനുള്ളിക്കും പിന്നെ രാവിലെ ദോശ, അപ്പോൾ അതിന് ചട്നിക്കുള്ള തേങ്ങ ചിരണ്ടാൻ പോയി. അതിൻ്റെ ഭാഗ്യക്കിലാട്ടെ കാണണേ. ഭാഗിച്ച് വേഗം തന്നെ തേങ്ങ ഒക്കെ അരച്ചെടുത്ത് നമ്മുടെ ഉരുളനുള്ളിയും കാച്ചാൻ വേണ്ടി ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് മോനെ എണീറ്റിട്ടുണ്ടായിരുന്നു. അവനെ കുറച്ച് പാമ്പറിങ് ഒക്കെ ആവശ്യമാണ്. നമ്മൾ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ദിവസം അടക്കം നശിപ്പിച്ച് കളയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ പുള്ളി പാത്രമൊക്കെ എടുത്തിട്ട് പോയി. ഞാൻ ഒന്ന് നോക്കാനേ പോയില്ല. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തലയിലാവും. അപ്പോൾ അതാ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഉരുളനുള്ളിയൊക്കെ കാച്ചി ഇട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് നൂറ് കാര്യങ്ങൾ നടക്കണ്ട, എല്ലാവർക്കും അറിയാലോ. ഞാൻ സ്പെഷ്യലി പറഞ്ഞു തരുമൊന്നും വേണ്ടല്ലോ. അങ്ങനെ അപ്പോൾ അതൊക്കെ കാഴ്ചയിട്ട് വേഗം പിന്നെ കുറച്ച് ദിവസം മുന്നേ ഒരുക്കി വെച്ച പയറിയിരിക്കണമായിരുന്നു. അപ്പോൾ അത് കായിട്ട് മെഴുക്കുരുട്ടി വെക്കാൻ വേണ്ടിയിട്ട് അതും വേഗം കുക്കറിൽ വെച്ചു. പിന്നെ ഇതിന്ന് രാവിലെ പാവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല മീൻ കണ്ടപ്പോൾ അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് അപ്പോൾ ഞാനൊരു 4 നമുക്ക് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. ഈ ചാറുകറി വെക്കണ്ടല്ലോ, അപ്പോൾ പിന്നെ മീൻ വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വറക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്കും ചേട്ടായിയും അമ്മയൊക്കെ പറമ്പിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറമ്പിൽ നിന്ന് വന്നാൽ തന്നെ നമുക്ക് ആകെ ടെൻഷൻ ആവട്ടെ, പോവാറായില്ലേന്ന് ഓർത്തിട്ട്. പിന്നെ അത് വേഗം മുളകൊക്കെ തിരുമ്മി വെച്ചു. പിന്നെ ഇത് നമ്മൾ മെഴുക്കുരട്ടി കാച്ചാനുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ചട്നിക്കുള്ളതൊക്കെ അരച്ചെടുത്തിട്ട് അതും നമ്മൾ കാച്ചി ഒഴിച്ചു. പിന്നെ അടുപ്പ് ഒഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് കയറ്റൂല. അപ്പോൾ അതേ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ നമ്മൾ മീൻ വറക്കാൻ വേണ്ടി വെച്ചു. കൂടെ തന്നെ അതേ ദോശയും ചുടാൻ വേണ്ടി വെച്ചു. കാരണം ഇനി ഇച്ചിരി ദോശമാവുള്ളൂ, അത് വേഗം ചെയ്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അത് കേടുവന്ന് പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കറക്റ്റ് ഉണ്ടായുള്ളൂ. അപ്പോൾ അതൊക്കെ വേഗം ചുട്ടെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് മെഴുക്കുവരട്ടിയായി, മീൻ വറുത്തതായി, ചാറുകറിയായി. അപ്പോൾ വേഗം ചോറാക്കി ചേട്ടാ അതിനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.